അപ്പോൾ സ്വാഭാവികമായും ഫ്രീ ആയി ഒരു വിഭാഗം KSRTCയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ബസ്സിലെ യാത്രക്കാർ ഇല്ലാതെയാവും, അല്ലെങ്കിൽ 10-15% അവസാനിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സർവീസുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് 35,000 ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് 8,000 വന്നത്. സർക്കാർ ഖജനാവിലേക്കും മറ്റിതര മേഖലകളിൽ നിന്ന് വരുന്ന പൈസ വനിതകൾക്ക് ഫ്രീ ആയി സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും അതോടൊപ്പം ഞങ്ങളെപ്പോലെ ഈ വ്യവസായവുമായി ജീവിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെയുമല്ല, ഇന്നിപ്പോൾ KSRTC 1000 കോടി രൂപ കടത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യവസായം ഇങ്ങനെ എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും അറിയാം. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങൾ അതിനു മുമ്പ് ഇല്ലാതായി കൊണ്ടേയിരിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു സൗജന്യം കൊടുക്കുന്നതിൽ നമുക്കെതിരല്ല, അതാർക്കാണേലും. പക്ഷേ അതുകൊണ്ടും വേറൊരാൾ നശിക്കാനും പാടില്ല. നമസ്കാരം. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിജയിച്ചു കഴിഞ്ഞാൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നുള്ളത്. ഈ സൗജന്യ യാത്ര വാഗ്ദാനം അടുത്ത മാസം 15-ാം തീയതി നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് സർക്കാർ നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സൗജന്യ യാത്ര നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്വകാര്യ ബസ് ഉടമകളുടെ അവസ്ഥ എന്താകുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ. ഈ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഈ പ്രൈവറ്റ് ബസ് മേഖല, സ്വകാര്യ ബസ് മേഖല കൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ചോദ്യമാണ്. 100% എത്തിച്ചേരും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളും KSRTCയും പാരലൽ സർവീസ് നടത്തുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഫ്രീ ആയി ഒരു വിഭാഗം KSRTCയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ബസ്സിലെ യാത്രക്കാർ ഇല്ലാതെയാവും, അല്ലെങ്കിൽ 10-15% അവസാനിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സർവീസുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് 35,000 ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് 8,000 വന്നത്. അപ്പോൾ അത് ഇനിയും നമ്മൾ ഒരു വണ്ടിക്ക് ഞങ്ങൾ 40 ലക്ഷം രൂപ മുടക്കി ഇറക്കുന്നു, 1 ലക്ഷം രൂപ മാസം CC അടയ്ക്കുന്നു, ടാക്സൊക്കെ വേറെ കാര്യം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, ഈ വ്യവസായം കൊണ്ടുണ്ടാക്കിയ പൈസ അവരങ്ങോട്ട് മുടക്കുന്നതിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഇത് സർക്കാർ ഖജനാവിലേക്കും മറ്റിതര മേഖലകളിൽ നിന്ന് വരുന്ന പൈസ വനിതകൾക്ക് ഫ്രീ ആയി സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും അതോടൊപ്പം ഞങ്ങളെപ്പോലെ ഈ വ്യവസായവുമായി ജീവിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നൊരു കാര്യമാണ്. മനഃപൂർവ്വമല്ലായിരിക്കാം, പക്ഷേ ഉണ്ടാകുന്നതാണ്. അരമണിക്കൂർ ഗ്യാപ്പിട്ടൊരു KSRTC വന്നാലും വനിതകളെ സംബന്ധിച്ചോളം അവരെല്ലാം കൂടെ കൂടും. പിന്നെ അതിൽ പുരുഷന്മാരുണ്ടാവുമോ ഇല്ലയോ എന്നും അറിയില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മുതൽ മുടക്കി ചെയ്യുന്ന ഈ വ്യവസായത്തെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ടുണ്ടാവൂ. അത് തന്നെയുമല്ല, ഇന്നിപ്പോൾ KSRTC 1000 കോടി രൂപ കടത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യവസായം ഇങ്ങനെ എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും അറിയാം. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങൾ അതിനു മുമ്പ് ഇല്ലാതായി കൊണ്ടേയിരിക്കും. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ 60% വനിതകളാണ്. ബാക്കിയുള്ള 40% എത്ര പേര് ഇതിൽ കയറുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ സർവീസ് നടത്താൻ മുമ്പോട്ട് പോകത്തില്ല. ഞങ്ങൾ ഇത് അവസാനിച്ച് പോകും തന്നെ. മുഖ്യമന്ത്രി ഈ വിവരം അറിയിച്ചിരുന്നോ? ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. നോക്കാം, വരട്ടെ, അതുപോലെ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോട് ഞങ്ങൾ അന്ന് സംസാരിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്കറിയില്ല ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആവുന്നതെന്നും. പക്ഷേ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളന്ന് പറയുകയുണ്ടായി. അദ്ദേഹവും പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ 100% ശരിയാണ്, സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ്, അതും ഇല്ലാതാവും, നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും ഭാഗ്യവശാൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി എന്നാണ് എനിക്കറിയാൻ കഴിയും, ഞങ്ങൾക്കിപ്പം ഇപ്പോഴത്തെ അറിവ്. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു സൗജന്യം കൊടുക്കുന്നതിൽ നമുക്കെതിരല്ല, അതാർക്കാണേലും. പക്ഷേ അതുകൊണ്ടും വേറൊരാൾ നശിക്കാനും പാടില്ല. മറ്റവന് കിട്ടേണ്ട ആനുകൂല്യം എടുത്തിട്ട് വേറൊരാൾക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ ആ സൗജന്യം കിട്ടി അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടി ജീവിക്കേണ്ടവനില്ലാതെയായി പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1,20,000 രൂപ ടാക്സായും കുറേ ഫീസുകളുമൊക്കെയായി 1.5 ലക്ഷം രൂപയോളം സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കുക. ഒരു പൈസ പോലും ഖജനാവിലേക്ക് ചെല്ലാത്ത KSRTC അങ്ങോട്ട് പൈസ കൊടുക്കുക ഇപ്പം തന്നെ. അപ്പോൾ ഈ വനിത ഫ്രീ ആയിട്ട് കൂടെ ഓടുമ്പോൾ 3 മാസത്തേക്കുള്ള ആയുസ് ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്കങ്ങനെ പ്രത്യേകം, കാരണം ഇതൊരു ചർച്ചയിൽ ഇതുവരെ വരാത്തൊരു വിഷയമായതുകൊണ്ട് ഒരു ചർച്ചയിലൂടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ 1-2 സ്ഥലത്തുണ്ട്. അവിടെ അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിങ്ക് ബസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചില റൂട്ടുകളിലൊക്കെ അങ്ങനെയൊക്കെ പല മാനദണ്ഡം. ഓരോ സ്റ്റേറ്റിനും ഇതിൻ്റെ സ്വഭാവം ഓരോ രീതിയാണ്. പൊതുഗതാഗതത്തിൻ്റെ ഇപ്പോൾ തമിഴ്നാടൊക്കെ ആണെങ്കിൽ അതിൻ്റെ 90% സ്റ്റേറ്റ് വണ്ടികളാണ്.
ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് തന്നെയായിരുന്നു ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നുണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ട് പുറകോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപ്പറ്റി നമുക്കൊരു സജഷൻ അങ്ങോട്ട് പറയാൻ പ്രത്യേകിച്ചില്ല. ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളെയും കൂടി രക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഏത് രീതിയിലുള്ള അതാ പറഞ്ഞത്, അത് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാനൊരാൾക്ക് പൈസ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ കൊടുക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അത് വേറെ ഉണ്ട്, അത് വേറൊരാൾക്ക് കൂടെ അതിന് അർഹതപ്പെട്ടതാണെങ്കിൽ അതും കൂടെ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും. പല രീതിയിൽ അവർക്ക് പല മാർഗവും സ്വീകരിക്കാൻ പറഞ്ഞു. ഇപ്പം സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യവും കിട്ടുന്നത് BPL ലിസ്റ്റുകാർക്കാണ്, ബിലോ പ്രോപ്പർട്ടി. അത് എല്ലാവർക്കേ കിട്ടുള്ളൂ. അതുപോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കാണ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെ കൊടുക്കുന്നൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. വനിതകൾക്ക് കൊടുക്കും എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അത് ഏത് പ്രായപരിധിയുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പരിധിയുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരുമ്പോഴേ നമുക്കൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പറയാൻ പറ്റുള്ളൂ. നടപ്പിലായി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. ഉറപ്പായിട്ടും നടപ്പിലായി കഴിഞ്ഞാൽ പറയുന്നു 3 മാസം കൊണ്ട് KSRTC എന്ന പൊതുസംവിധാനവും പ്രൈവറ്റ് ബസ്സിൻ്റെ പൊതു ഗതാഗതവും ഒക്കെ നിന്നു പോകുന്നുള്ള സംശയമാണ്. അതിനുശേഷം നമ്മൾ ആലോചിച്ചിട്ടും കാര്യമില്ല. ഇപ്പോഴേ തൊഴിലാളികളൊക്കെ ആശങ്കയിലാണ്. തൊഴിലാളികൾ 100% ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സൗജന്യം വനിതകൾക്ക് കൊടുക്കുന്നു എന്നുള്ള പേരിൽ നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബന്ധപ്പെട്ട അറിയാവുന്നവരുടെ അടുത്ത് പോയി പറഞ്ഞ് അതെന്തെങ്കിലും മാർഗം സ്വീകരിക്കാനേ പറ്റൂ. ഇവിടെ എടുത്തു പറയേണ്ടത്, യാത്രക്കാരിൽ 60% പേരും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇത്തരത്തിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ KSRTCയിൽ അവർ മുഴുവനായും ഈ യാത്രയ്ക്ക് വേണ്ടി വിനിയോഗിക്കും എന്നുള്ളതാണ്. ഈയൊരു സാഹചര്യത്തിൽ പ്രൈവറ്റ് മേഖല പൂർണ്ണമായും തകരുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും ഏറെ ആശങ്കയിലാണ് നിലവിലുള്ളത്. ഇത് നിലവിലുള്ള മന്ത്രിയെയും എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.